ഹായ് ഫ്രണ്ട്സ്, വാഗാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കറിയിലൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് പൊടികളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം മിന്നു വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഹോസ്റ്റലിൽ അങ്ങനെ വെച്ച് അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനവിടെ അവൾക്ക് പെട്ടെന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പോകാൻ തക്കാളി ഉള്ളിയൊന്നും വാങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ വന്നിട്ട് അതിൻ്റെയൊക്കെ പൊടി ഉണ്ടാക്കിയതാണ്. ഇത് സവോളയാണ്, വലിയ ഉള്ളി നല്ലപോലെ കുഞ്ഞായിട്ട് നുറുക്കിയിട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലപോലെ ഉണങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ അത് പൂപ്പൽ വരും. ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ അറിയോ, ഇത് കപ്പൽ മുളകല്ല, തക്കാളിയാണ്. തക്കാളി ഉണക്കിയതാണ്. തക്കാളിയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ 2-3 ദിവസം കൂടുതൽ ഉണക്കി. നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്, ശരിക്ക് കപ്പൽ മുളക് പോലെ ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതുകൊണ്ടോ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്, നല്ല തക്കാളിപ്പൊടിയായി. തക്കാളി ഉള്ളിയൊക്കെ ഇടേണ്ട സ്ഥലത്ത് ഇതിന്ന് കുറേശ്ശെ പൊടി ഇട്ടിട്ട് അവൾ കറി ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഉണക്കം കുറവായ നമ്മൾ ഉദ്ദേശിച്ച ഇതുണ്ടാവില്ല, പെട്ടെന്ന് കേടുവന്ന് പോവും. നല്ലപോലെ ഉണങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് കുഴപ്പമില്ല. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെയിലത്തിട്ട് ഉണക്കിയെടുത്ത് അതിനെ പൊടിച്ചെടുത്തതാണ് ഇഞ്ചിപ്പൊടി. കണ്ടോ, ചുക്കും ഇതുപോലെയൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് വെളുത്തുള്ളിയാണ്, ഈ കാണുന്നത് വെളുത്തുള്ളി. നല്ലപോലെ ഉണക്കിയതാണ്, മുറിച്ചിട്ട് ഉണക്കി നന്നായി ഉണങ്ങി പൊടിച്ചതുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇത് കുറേശ്ശെ യൂസ് ചെയ്താലും മതി. ഈ 4 കൊണ്ടുപോയിട്ട് അവൾ കുറേ ദിവസം വെളിയിൽ ഇരിക്കും കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കാണ്ട് തന്നെ കുറേ വെളിയിലിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കുകയും വേണം. താങ്ക്